കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിലേക്ക് സംവിധായകൻ ബ്ലസ്സിയുടെ പേര് പരിഗണിക്കുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ റസുൽ പൂക്കൂട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ ആളെ നിയോഗിക്കുന്നത്. ഈ മാസം തന്നെ തീരുമാനമുണ്ടാകും. നടൻ ജഗദീഷിന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അദ്ദേഹം പദവി നിഷേധിച്ചിരുന്നു. ശാലിനി വിവരങ്ങൾ നൽകും. ശാലിനി, ഇപ്പോൾ ബ്ലസ്സി എന്ന ഒറ്റ പേരിലേക്കാണോ വരുന്നത്, അതോ മറ്റേതെങ്കിലും പേരുകൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ടോ? ഗൗതം, 3 പേരുകളാണ് ഈ അവസാന പട്ടികയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, IFFK അടക്കമുള്ള ചലച്ചിത്ര മേളകൾ തിരുവനന്തപുരത്ത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ചുമതലയില്ലാതെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ആരുമില്ലാതെ തുടരുന്നത് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ ജഗദീഷ് അടക്കമുള്ളവരുടെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കില്ല എന്നുള്ളത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 പേരിലേക്ക് ഇപ്പോൾ പട്ടിക എത്തുന്നത്. അതിൽ കൂടുതൽ സാധ്യതകൾ ബ്ലസ്സിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മാസം അവസാനത്തോടു കൂടി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള നടപടികളാണ് സാംസ്കാരിക വകുപ്പ് നടത്തുന്നത്. ഒപ്പം തന്നെ നടനായിട്ടുള്ള ജോയ് മാത്യുവിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. കൂടാതെ സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പേരും പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 3 പേരുടെ പട്ടികയിൽ നിന്നും ബ്ലസ്സിക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. അദ്ദേഹത്തിനെ തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അതിന്റെ നടപടികളാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ റസൂൽ പൂക്കുട്ടി സ്ഥാനത്ത് നിന്നും ഒഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ മേളകൾ, ഒപ്പം തന്നെ വിവിധ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സ്വയംഭരണ സ്ഥാപനം കൂടിയാണ് ചലച്ചിത്ര അക്കാദമി. ആ ചലച്ചിത്ര അക്കാദമിയുടെ സ്ഥാനത്ത് ഏകദേശം 2 മാസത്തിലധികമായി ഒരു ചുമതലപ്പെട്ട ആളില്ലാത്തത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് വഴിവെക്കുന്നുണ്ട്. ഈ IFFK ഒക്കെ ഡിസംബർ മാസം ആരംഭിക്കാനിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് പുതിയ ആളെ കൊണ്ടുവന്ന് നടപടികൾ വേഗത്തിലാക്കാനാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മാസം തന്നെ പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നത്. എന്തായാലും ബ്ലസ്സിയുടെ പേര് അന്തിമ പട്ടികയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ അദ്ദേഹത്തിന് ഒരു പ്രമുഖ സംവിധായകനാണ്. കൂടാതെ തന്നെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുമെന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തൽ. വ്യക്തമാണ് ശാലിനി. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സംവിധായകൻ ബ്ലസ്സിയുടെ പേര് ഇപ്പോൾ സജീവ പരിഗണനയിൽ ആണ്.